മൃതദേഹം അഴുകിയിട്ടില്ല. അല്പസമയം മുമ്പാണ് മൃതദേഹം പുറത്തേക്ക് എത്തിച്ചത്. നമ്മളിവിടെ നിൽക്കുന്നതിൻ്റെ ഏതാണ്ട് 100 മീറ്റർ മാത്രം അകലെയാണ്, താഴെയാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം ഇപ്പോൾ മാറ്റുകയാണ്. ഊട്ടി മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായ വിവരം. അതായത് ഒരു തരത്തിലും മൃതദേഹം അഴുകിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ ആളുകളെല്ലാം തന്നെ പറയുന്നത്. ഇവിടുത്തെ ആളുകളെല്ലാം തന്നെ പറയുന്നത് മറ്റ് പ്രശ്നങ്ങളില്ല. എന്തായാലും അല്പസമയം മുമ്പ് മൃതദേഹം പുറത്തേക്ക് എത്തിച്ചു. 4 അടി താഴ്ചയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. ACP ഉമേഷ് നമ്മോടൊപ്പം ചേരുകയാണ്. സാർ, എന്താണ് ശരിക്കും സംഭവം? എല്ലാവരോടും ഒരുമിച്ച് വിളിച്ചോ. എന്താണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അതിൻ്റെ അന്വേഷണമായിട്ട് പോകുമ്പോൾ മെഡിക്കൽ കോളേജ് CEO ഉൾപ്പെടെയുള്ള ജിജീഷ് ഉൾപ്പെടെയുള്ള ഒരു സംഘം ഒരു നല്ലൊരു ഡിറ്റക്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് 2 പേരെ നമുക്ക് കസ്റ്റഡിയിലെടുത്തു. അവരെ അറസ്റ്റ് ചെയ്തതിൽ അവരുടെ കൺഫെഷൻ പ്രകാരം നമ്മൾ ഒരു ബോഡി റിക്കവർ ചെയ്തിട്ടുണ്ട്. ഇനി ആ ബോഡി മിസ്സിംഗ് ആയ ആൾ തന്നെയാണോ എന്ന് DNA ടെസ്റ്റൊക്കെ നടത്തി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുശേഷമേ മറ്റു കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റൂ. കൂടുതൽ വിശദമായിട്ട് കമ്മീഷണർ ബ്രീഫ് ചെയ്യും. കൂടുതൽ കാര്യങ്ങൾ കമ്മീഷണർ ബ്രീഫ് ചെയ്യുന്നതാണ്. അല്ല, പോസ്റ്റ്മോർട്ടം നടപടി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം. ഊട്ടി മെഡിക്കൽ കൊണ്ടുപോകണം. ഏകദേശം തിരിച്ചറിയാൻ പറ്റുന്നു. പക്ഷേ നമുക്ക് ഇത്ര കലപ്പഴങ്ങുന്ന ബോഡിയാണ്. അതിന് കാര്യങ്ങൾ നമുക്ക് നോക്കിയേ പറയാൻ പറ്റൂ. മറ്റു കാര്യങ്ങൾ കൂടുതലായിട്ട് മറ്റ് പ്രധാന കാര്യങ്ങൾ കമ്മീഷൻ അദ്ദേഹം ബ്രീഫ് ചെയ്യും. എന്തായാലും ഇദ്ദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജ് ACP ആണ് സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ മൃതദേഹം വീണ്ടെടുത്തിരിക്കുന്നത്. മൃതദേഹം ഊട്ടി മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഊട്ടി മെഡിക്കൽ കോളേജാണ് മറ്റ് തുടർ നടപടികളെല്ലാം തന്നെ സ്വീകരിക്കുന്നത്. അവിടെ വെച്ചാണ് ഹേമേന്ദ്രൻ വയനാട് സ്വദേശിയാണ്. ഇയാൾ 20 വർഷം മുമ്പാണ് ഇവിടെ നിന്നും കുടുംബത്തോടൊപ്പം താമസം മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് മാറ്റിയത്. ഇതിൽ കേസിൽ ഒരു പ്രതിയായിട്ടുള്ള അജേഷിനെ ഇവിടെ എത്തിച്ചിരുന്നു. അജേഷാണ് ഈ സ്ഥലം ഉൾപ്പെടെ കാട്ടിക്കൊടുത്തത്. സിറ്റി ക്രൈം സ്ക്വാഡും അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജ് പോലീസിന്റെ നേതൃത്വത്തിലുള്ള സംഘവും ചേർന്നാണ് ഇത്തരത്തിൽ ഒരു മൃതദേഹം വീണ്ടെടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. എന്തായാലും വലിയ ഒരു കേസിന്റെ ഒരു തെളിവ് അത് കൃത്യമായ രീതിയിൽ തന്നെ പോലീസിന് വീണ്ടെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. സിറ്റി പോലീസിനെ ശരിക്കും അഭിനന്ദിക്കാതെ തരമില്ല. കഴിഞ്ഞ വർഷത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത്. അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ ഈ മൃതദേഹം വീണ്ടെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് ഈ കൊലപാതകം നിർവഹിച്ചത്, അതോടൊപ്പം കൊലപ്പെടുത്തിയ ശേഷമാണോ ഇവിടേക്ക് കൊണ്ടുവന്ന് കുഴിച്ചിട്ടത്, അതോ ഇവിടെ വെച്ചാണോ കൊലപ്പെടുത്തിയത്, അത്തരം വിശദാംശങ്ങൾ അടുത്ത ദിവസം തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ്. എന്തായാലും ഈ പ്രതിയായിട്ടുള്ള ആൾ ഇവിടെയുണ്ട്. പ്രതിയായിട്ടുള്ള ആൾ തൊട്ടപ്പുറത്തുള്ള പ്രതിയായിട്ടുള്ള ആളെ നമുക്ക് ആ ദൃശ്യത്തിൽ നമുക്ക് കാണിക്കാൻ കഴിയും. പ്രതിയായിട്ടുള്ള ആൾ ഈ ട്രാവലറിലാണ് ഉള്ളത്. അയാളെ നമുക്ക് കാണിക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇതാണ് അജേഷ് എന്ന പ്രതി. അജേഷ് എന്ന ആ പ്രതി അവിടെയാണ്. അയാളാണ് പ്രതി. എന്തായാലും ആ ദൃശ്യത്തിൽ നമുക്ക് കാണിക്കാൻ കഴിയും. അയാളെ മൂടിയ നിലയിലാണ് അദ്ദേഹം. ഇതാണ് അജേഷ്. ഇയാളാണ് ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ പോലീസിന് കൃത്യമായ രീതിയിൽ തന്നെ കാട്ടിക്കൊടുത്തത്. മൃതദേഹം കുഴിച്ചിട്ട് ഉൾപ്പെടെയുള്ള സ്ഥലം ഇയാളാണ് കാട്ടിക്കൊടുത്തതെന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും വലിയൊരു അരുംകൊല തന്നെയാണ് നടന്നിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട കൃത്യമായ രീതിയിലുള്ള തെളിവ് ശേഖരിക്കാൻ പോലീസിന് കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യം. കാരണം ഇത്രയ്ക്കധികം 1.5 വർഷം മുമ്പുള്ള കേസാണ്. മിസ്സിംഗ് കേസുകളുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ്. ആ അന്വേഷണത്തിനൊടുവിലാണ് ഇത്തരത്തിൽ പ്രതിയെ കണ്ടെത്താനും പ്രതികളെ പിടികൂടാനും കഴിഞ്ഞ ഒരു സാഹചര്യമുള്ളത്. ഹേമേന്ദ്രൻ്റെ ഭാര്യ സുഭിഷയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ വർഷം ഇതുമായി ബന്ധപ്പെട്ട കേസ് പോലീസ് രജിസ്റ്റർ ചെയ്ത്. ആ കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ്, ആളുകൾ മിസ്സായതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ പ്രതിയെ കൃത്യമായ രീതിയിൽ തന്നെ പ്രതി നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് ഇയാളെ, അതായത് ഈ വനമേഖല കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തിയത്. ചേരമ്പാടി വനമേഖലയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. എന്തായാലും ACP ഉമേഷിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടേക്ക് എത്തുകയും പിന്നീട് അന്വേഷണം നടത്തുകയും കൃത്യമായ രീതിയിൽ വീണ്ടെടുക്കാൻ വേണ്ടി മൃതദേഹം കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞു. മൃതദേഹം അഴുകിയ നിലയിലല്ല. അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇല്ല മൃതദേഹത്തിന് എന്നുള്ളതാണ് പ്രാഥമികമായി അന്വേഷണ സംഘം നൽകുന്ന വിവരം. ഏറെ ശ്രമകരമായിരുന്നു ആ ഒരു വീണ്ടെടുക്കൽ ദൗത്യം. സർ, ഏതാണ്ട് 4 അടി താഴ്ചയിലാണെന്ന് പറയുന്നു. അങ്ങനെയാണോ മൃതദേഹം കണ്ടെത്തിയത്? അതെ. നമുക്ക് ഏറ്റവും പ്രശ്നം എന്ന് വെച്ചാൽ ഇത് കുറേ ദിവസത്തെ എഫേർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന് ബാക്കി കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് പോലീസിന് പറയാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ പറയാത്തത്.
നമുക്ക് കുറച്ചുകൂടി അന്വേഷണം മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിന് കഴിഞ്ഞിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ബ്രീഫ് ചെയ്യാം. അപ്പോൾ അതാണ് എൻ്റെ ഒരു രീതി. അതുകൊണ്ടാണ് ഒരു പ്രതിയെ കൂടി കണ്ടെത്താൻ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ബ്രീഫ് ചെയ്യാം. അത് അത്രയും നമുക്ക് ഇപ്പം ഈ അവസ്ഥയെ പറയാൻ പറ്റൂ. അതുകൊണ്ടാണ് പ്ലീസ്. നമ്മുടെ ഇത്രയും ഒരു 1.5 വർഷത്തോളമായല്ലോ ഈ അന്വേഷണം. അതെ 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 അത്രയും നേരം പ്രതികളെ നമുക്ക് എപ്പോഴാണ് ഡീറ്റെയിൽ ആയിട്ട് വേറെ ഞാൻ പറയാം. ഇപ്പം നമ്മുടെ പ്രാഥമിക അന്വേഷണ ഘട്ടത്തിലല്ലേ പറയാം. പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയിട്ട് ഇനിയിപ്പം അത് എന്താ ഇത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബാക്കി കാര്യങ്ങളോട് കിട്ടട്ടെ എന്ന് പറയാം. അതെ അതെ. ഊട്ടിയിലേക്കാണ് മൃതദേഹം കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് ACP ആയിട്ടുള്ള കോഴിക്കോട് ACP ആയിട്ടുള്ള ഉമേഷ് വ്യക്തമാക്കുന്ന കാര്യം. അദ്ദേഹം ഒപ്പം തന്നെ സിറ്റി പോലീസ് ക്രൈം സ്ക്വാഡ് അവരുടെ ഒരു പ്രവർത്തനം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. കാരണം ഈ സ്ഥലം ഇതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്ത ശേഷം ക്രൈം സ്ക്വാഡിന്റെ കൺട്രോളിലായിരുന്നു ഈ മേഖല. അവർ കൃത്യമായ രീതിയിൽ തന്നെ ഈ സ്ഥലം മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു.